നമസ്കാരം. തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ പ്രണയബന്ധത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിനൊടുവിൽ ദാരുണമായ കൊലപാതകം. വിവാഹം കഴിക്കണമെന്ന് നിർബന്ധം പിടിച്ച 52-കാരി 21-കാരനായ കാമുകൻ കൊലപ്പെടുത്തി മൃതദേഹം ക്വാറിയിൽ തള്ളി. ഫെബ്രുവരി 11 മുതൽ കാണാതായ സരസ്വതി എന്ന സ്ത്രീയാണ് കൊല്ലപ്പെട്ടത്. പ്രതിയായ മധുരൈ സ്വദേശി ശരവണകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശിവഗംഗ ജില്ലയിലെ സൊട്ടത്തെട്ടി സ്വദേശിനിയായ സരസ്വതിയും മധുരൈ സ്വദേശിയുമായ ശരവണകുമാറും ഒരേ സ്ഥാപനത്തിൽ ജീവനക്കാരായിരുന്നു. ഇവിടെ വെച്ചുണ്ടായ പരിചയം ദീർഘനാളത്തെ പ്രണയമായി മാറി. എന്നാൽ തന്നെ വിവാഹം കഴിക്കണമെന്ന് സരസ്വതി നിരന്തരം ആവശ്യപ്പെട്ടത് ശരവണകുമാറിനെ ചൊടിപ്പിച്ചു. ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ നിരന്തരം കലഹിച്ചിരുന്നതായി പോലീസ് പറയുന്നുണ്ട്. ഫെബ്രുവരി 11-ന് സരസ്വതിയെ തന്ത്രപൂർവ്വം കൂടകോവിലിലെ ഒരു ഫാം ഹൌസിലെത്തിച്ച പ്രതി അവിടെ വെച്ചുണ്ടായ തർക്കത്തിനിടെ സരസ്വതിയെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് തെളിവ് നശിപ്പിക്കുവാനായി മൃതദേഹത്തിൽ കല്ലുകൾ കെട്ടി അടുത്തുള്ള ക്വാറിയിലെ വെള്ളത്തിൽ താഴ്ത്തി. സരസ്വതിയെ കാണാനില്ല എന്ന് കാട്ടി സഹോദരൻ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണമാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. സരസ്വതിയുടെ ഫോൺ രേഖകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ശരവണകുമാറുമായുള്ള ബന്ധം പുറത്തുവന്നു. 1 മാസത്തോളം ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ പോലീസ് തന്ത്രപരമായാണ് പിടികൂടിയത്. പ്രണയബന്ധം അവസാനിപ്പിക്കുവാൻ തയ്യാറാകാത്തതും വിവാഹത്തിനായി സമ്മർദ്ദം ചെലുത്തിയതും 52-കാരിയുടെ ദാരുണമായ അന്ത്യത്തിന് കാരണമായി മാറുകയായിരുന്നു. ശിവഗംഗയിലെ 21-കാരനായ കാമുകൻ ശരവണകുമാർ സരസ്വതി എന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായിട്ടെന്നാണ് പോലീസ് വെളിപ്പെടുത്തുന്നത്. 1 മാസത്തോളം പോലീസിനെ വെട്ടിച്ച് ഒളിവിൽ കഴിഞ്ഞ പ്രതി ഒടുവിൽ പിടിയിലാവുകയായിരുന്നു. വിവാഹത്തെ ചൊല്ലിയുള്ള കലഹം പതിവായതോടെയാണ് ഫെബ്രുവരി 11-ന് ശരവണകുമാർ സരസ്വതിയെ കൂടങ്കോവിലെ ഫാം ഹൌസിലേക്ക് തന്ത്രപരമായി വിളിച്ചു വരുത്തിയത്. അവിടെ വെച്ചും സരസ്വതി തന്റെ ആവശ്യത്തിൽ ഉറച്ചു നിന്നതോടെ വാക്കേറ്റം രൂക്ഷമായി. പ്രകോപിതനായ യുവാവ് കൈവശം കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് സരസ്വതിയെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്. അതിനുശേഷം ഈ കൊലപാതകം നടന്നു. അതിനുശേഷം മൃതദേഹം ആരും കാണാതെ ഒളിപ്പിക്കുവാൻ ശരവണകുമാർ കണ്ടെത്തിയത് വിജനമായ ഒരു ക്വാറിയായിരുന്നു. മൃതദേഹം പൊങ്ങി വരാതിരിക്കാൻ ഭാരമേറിയ കല്ലുകളും ശരീരത്തിൽ കെട്ടിത്താഴ്ത്തി. ഇതിനുശേഷം ഒന്നും അറിയാത്ത ഭാവത്തിലാണ് ഇയാൾ ഒളിവിൽ പോയത്. സരസ്വതിയെ കാണാതായതോടെ സഹോദരൻ നൽകിയ പരാതിയിൽ പോലീസ് നടത്തിയ സൈബർ സെൽ അന്വേഷണമാണ് ശരവണകുമാറിലേക്കും അന്വേഷണം എത്തിച്ചത്. ചൊവ്വാഴ്ചയാണ് പോലീസ് പ്രതി തന്ത്രപരമായി പിടികൂടിയത്. ചോദ്യം ചെയ്യലിൽ കൊലപാതക വിവരം പ്രതി സമ്മതിച്ചു. ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധവും മറ്റു തെളിവുകളും പോലീസ് ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ക്വാറിയിലെ വെള്ളക്കെട്ടിൽ നിന്ന് സരസ്വതിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ് പോലീസ് സംഘം ഇപ്പോൾ. ഒരേ സ്ഥാപനത്തിലെ ജീവനക്കാരായിരുന്നു ഇരുവരും. പ്രായവ്യത്യാസം മറന്നുള്ള ഇവരുടെ പ്രണയബന്ധം സ്ഥാപനത്തിലെ സഹപ്രവർത്തകർക്കും അറിവുള്ളതായിരുന്നു. എന്നാൽ ഏറെ നാളായി വിവാഹം കഴിക്കണമെന്ന സരസ്വതി നിർബന്ധം പിടിച്ചതോടെയാണ് ഈ ബന്ധത്തിൽ വിള്ളലുണ്ടായത്. യുവാവായ തനിക്ക് ഇത് വലിയ ബാധ്യതയാകുമെന്ന് കരുതിയ ശരവണകുമാർ സരസ്വതിയെ ഒഴിവാക്കാൻ പലതവണ ശ്രമിച്ചു. ഇതിനിടെയാണ് ഇതൊരു കൊലപാതകത്തിൽ കലാശിച്ചതും. മറ്റൊരു സംഭവം പുറത്തു വരുന്നുണ്ട്. ബംഗളൂരു പീനിയയിൽ നാടിനെ നടുക്കിക്കൊണ്ട് ഇരട്ട കൊലപാതകം. രഹസ്യബന്ധത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ വീട്ടിൽ അതിക്രമിച്ചു കയറി അമ്മയെ മർദ്ദിച്ച ദമ്പതികളെയും സഹോദരനെയും 16-കാരൻ കുത്തിക്കൊന്നു. പീനിയ സ്വദേശികളായ യമുന, സഹോദരൻ സുദീപ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. പ്രതിയായ കൗമാരക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രഹസ്യബന്ധത്തെ ചൊല്ലിയുള്ള തർക്കമാണ് രക്തച്ചൊരിച്ചിലിൽ കലാശിച്ചതും. കൊല്ലപ്പെട്ട യമുനയുടെ ഭർത്താവ് മല്ലഗൌഡയ്ക്ക് 16-കാരന്റെ അമ്മയുമായി ബന്ധമുണ്ടെന്ന ആരോപണമാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കം. ഇക്കാര്യം ചോദിക്കുവാനായി യമുനയും സഹോദരൻ സുദീപും കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ കുട്ടിയുടെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. വീടിന് പുറത്തു വെച്ച് തുടങ്ങിയ തർക്കം പിന്നീട് കയ്യാംകളിയിലേക്ക് നീങ്ങി. കത്തിയുമായി വീടിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറിയ ഇരുവരും കുട്ടിയുടെ അമ്മയെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇത് കണ്ടതോടെ അമ്മയെ രക്ഷിക്കുവാനായി 16-കാരൻ ഇവരുടെ കൈവശമുണ്ടായിരുന്ന കത്തി പിടിച്ചു വാങ്ങി രണ്ടുപേരെ മാറി മാറി കൊലപ്പെടുത്തുകയായിരുന്നു. യമുനയ്ക്കും സുദീപിനും ശരീരത്തിൽ നിരവധി തവണയാണ് കുത്തേറ്റത്. ഇരുവരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ രക്തം വാർന്നു മരിച്ചു. കൊലപാതകത്തിന് ശേഷം ഭയന്ന കുട്ടി വീടിനുള്ളിലെ മുറിയിൽ കയറി വാതിലടിച്ചു. വിവരമറിഞ്ഞ പോലീസ് എത്തിയെങ്കിലും പുറത്തിറങ്ങുവാൻ കുട്ടി തയ്യാറായില്ല. ഒടുവിൽ കുട്ടിയുടെ പിതാവ് സ്ഥലത്തെത്തി അനുനയിപ്പിച്ചതോടെയാണ് ഈ 16-കാരൻ വാതിൽ തുറന്നത്. സംഭവത്തിൽ പീനിയ പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചു.